ബംഗ്ലാദേശിൽ ഹിന്ദു വിരുദ്ധ കലാപം തടയാൻ നിർണായക നീക്കവുമായി ഭാരതം. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ബംഗ്ലാദേശ് സർക്കാരിന്റെ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസുമായും ബംഗ്ലാദേശ് വിദേശകാര്യ സെക്രട്ടറിയുമായും കൂടിക്കാഴ്ച നടത്തി. ഹിന്ദുക്കൾ ഉൾപ്പെട്ട ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമത്തിൽ ഭാരതത്തിനുള്ള അമർഷം ബംഗ്ലാദേശ് ഭരണകൂടത്തെ നേരിട്ടറിയിച്ചു. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, ശക്തമായ പ്രതിഷേധമാണ് ഭാരതം അറിയിച്ചിരിക്കുന്നത്. കൂടിക്കാഴ്ചയുടെ മറ്റ് വിശദാംശങ്ങൾ കൂടി. സുരേഷ്, ബംഗ്ലാദേശിൽ വംശഹത്യ നടക്കുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് നേരെ വലിയ കലാപം, ഒപ്പം ഹിന്ദു ക്ഷേത്രങ്ങൾ അതേപോലെ തന്നെ സ്ഥാപനങ്ങളടക്കം ആക്രമിക്കുക, ഭാരതത്തിന്റെ നയതന്ത്ര സ്ഥാപനങ്ങളടക്കം ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും ബംഗ്ലാദേശ് കടന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അത്തരം ഒരു അവസ്ഥയിലാണ് ഭാരതത്തിന്റെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്ന് ബംഗ്ലാദേശിലെ ധാക്കയിലെത്തിയത്. ഇത് ആദ്യമായാണ്, അതായത് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരമേറ്റതിനു ശേഷം ഇതാദ്യമായാണ് ഭാരതത്തിൽ നിന്നും ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു നയതന്ത്ര പ്രതിനിധി ബംഗ്ലാദേശിലേക്ക് എത്തി വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇന്നിപ്പോ ഈ കൂടിക്കാഴ്ചയിൽ ഭാരതത്തിനുണ്ടായിരിക്കുന്ന മുഴുവൻ ആശങ്കകളും കൃത്യമായി തന്നെ ബംഗ്ലാദേശിനെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിക്രം മിശ്രി, ഭാരതത്തിന്റെ വിദേശകാര്യ സെക്രട്ടറി, വ്യക്തമാക്കുന്നത്. ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയും അതേപോലെ തന്നെ അവരുടെ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ സമീപകാലത്തായി അതിന് നേരെ ഉണ്ടാകുന്ന അക്രമങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിശദമായ കാര്യങ്ങൾ കൃത്യമായി തന്നെ ബംഗ്ലാദേശിന്റെ വിദേശകാര്യ സെക്രട്ടറി MD തൗഹിദ് ഹുസൈനുമായി ചർച്ച നടത്തിയെന്നുള്ളതാണ് പ്രധാനമായും ഭാരതത്തിന്റെ വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കിയത്. അതേപോലെ തന്നെ സന്യാസി ശ്രേഷ്ഠനായ ചിന്മോയ് കൃഷ്ണദാസിന്റെ അറസ്റ്റ് ഉൾപ്പെടെ ബംഗ്ലാദേശിൽ ഇപ്പോൾ നിലവിൽ അശാന്തി പരത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഈ സന്ദർശനത്തിനിടെ പ്രധാനമായി വിദേശകാര്യ സെക്രട്ടറി സൂചിപ്പിച്ചു. ഒപ്പം തന്നെ ഭാരതവുമായി നിലവിൽ നല്ല ബന്ധമുണ്ട്, ഭാരതത്തിന് അതേ രീതിയിൽ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഭാരതവുമായി ബംഗ്ലാദേശ് നേരത്തെ ഉണ്ടായിരുന്ന വ്യാപാരം, അതേപോലെ തന്നെ വാണിജ്യം, ജലം, ഊർജം, വികസനം, സഹകരണം, അങ്ങനെ തുടങ്ങിയ വിവിധ പദ്ധതികൾ ഭാരതവുമായി ചേർന്നുകൊണ്ട് ബംഗ്ലാദേശ് നടപ്പാക്കുന്നുണ്ട്. ഈ പദ്ധതികളൊക്കെ തന്നെ, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ബംഗ്ലാദേശുമായി വളരെ സുദീർഘമായ ഒരു ബന്ധം നിലനിർത്താനാണ് ഭാരതം ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം ഭാരതത്തിന്റെ വിദേശകാര്യ സെക്രട്ടറി ഇന്ന് ബംഗ്ലാദേശിന്റെ വിദേശകാര്യ സെക്രട്ടറി എടുത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ താൽക്കാലിക സർക്കാരിന് നേതൃത്വം നൽകുന്ന മുഹമ്മദ് യൂനുസിനെയും അദ്ദേഹത്തെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കും എന്നുള്ള കാര്യവും വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. സുരേഷ്, ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.